ഇതൊക്കെ നമ്മളെ മക്കൾ കാണുന്നില്ലേ? വളർന്നു വരുന്ന മക്കളല്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയ വീക്ഷിക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. വിഷയം, ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ കാലമാണ്. നമ്മൾ ഇനി എന്തായെങ്കിലും, ഇനി ബിസിനസ് ആയെങ്കിലും, ഇനി മറ്റുള്ള എന്ത് കാര്യങ്ങളായെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിലാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളത്. നമ്മളതിൽ കാണാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ അതിൽ വരാറുണ്ട്. ചില കോപ്രായങ്ങൾ കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചെങ്കിൽ അവർക്കുള്ളൊരു മറുപടി ഉണ്ട്. അതായത് അവർ പറയും, എൻ്റെ ഫോണ് എൻ്റെ നെറ്റ്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിക്കോളൂ എന്ന്. അങ്ങനെയുള്ള ഒരു ഡയലോഗാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുള്ളത്. പറഞ്ഞു വരുന്നത്, നമ്മളുടെ മക്കള് ഇപ്പോൾ കുഞ്ഞു മക്കളടക്കം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം ആയെങ്കിലും ഫേസ്ബുക്ക് ആയെങ്കിലും യൂട്യൂബ് ആയെങ്കിലും എല്ലാം വീക്ഷിക്കുന്നുണ്ട്, അവരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. സമ്മതിക്കത്തില്ല. നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 977787, അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഫോൺ വിളിച്ച് ശല്യം ചെയ്യില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പേയ്മെന്റ് ചെയ്യാൻ പറയാം. പേയ്മെന്റ് ഓക്കെ ആണെങ്കിൽ വാട്സപ്പ് ഉണ്ട്, Paytm ഉണ്ട്, IMO ഉണ്ട്, ഡൂ ഉണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവർ മാത്രം വരിക. കാണാൻ പറ്റിയ എനിക്ക് ഇതല്ല ജോബ്, എനിക്കിത് പേടുകോട്, അതാണ് എന്റെ ജോബ്. എന്തടേ ഇതിനൊക്കെ ഒരു മറയൊക്കെ വേണ്ടേ? നിങ്ങൾ എന്ത് വേണാലും കാട്ടിക്കൂട്ടിക്കോ. ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്ന ഞങ്ങളൊക്കെ കുഞ്ഞു മക്കള് ഒക്കെ ഈ സോഷ്യൽ മീഡിയ വീക്ഷിക്കുന്നുണ്ട്. അവരൊക്കെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും? ഇതൊക്കെ നാട്ടിൽ നിന്ന് വിസിറ്റ് എടുത്ത് വന്നിട്ട് ദുബായിൽ ചെയ്യുന്ന പരിപാടിയാണ്. ഇവർ മാത്രമല്ല, നൈറ്റ് ടിക്ടോക്കിൽ ലൈവിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ ലൈവിൽ പോകുന്നുള്ളത് ഗെയിം കളിയൊക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കുറേയൊക്കെ അതിൽ പെട്ടതാണ്. കുറേയൊക്കെ നല്ലതുണ്ട്, ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. ഇത് മുഴുവനായി കേട്ട് നോക്ക്. അപ്പം ഞാൻ പറയുന്നില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, ഞാൻ കാണാൻ പറ്റിയ മുതലുമല്ല. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇഷ്ടപ്പെടുന്നവർ മാത്രം വന്നാൽ മതി. ഞാൻ വലിയ ലോകസുന്ദരി ലോകയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ എന്നെ വാട്സപ്പിൽ ഇപ്പം വിളിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരിക, അതാണ് ഞാൻ പറയുന്നത്. നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം, 977787 ആണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അതല്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് വേണ്ട, ഗ്രൂപ്പായിട്ട് മതിയെങ്കിൽ നമ്മൾ ജോയിൻ ബട്ടൺ കാണും, അതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണും. അതെടുത്താൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടൈം 1 മണി തൊട്ടാൽ. ഇത് പച്ചക്ക് ലൈവിൽ വന്നിട്ട് പറയുന്നതാണ്, പച്ചക്ക് പറയുന്നതാണ്. ഇതിൽ ഇവരെന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആരും ക്ഷണിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന്. നിങ്ങൾ ക്ഷണിക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ഓരോ സംഭവങ്ങൾക്ക് അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നത്, അത് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം. അല്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തെങ്കിൽ ഫൈൻ വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ദുബായിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദുബായിലുള്ള പൊതുപ്രവർത്തകർ ഇതിനൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എത്തിക്കണം, നിർബന്ധമായി എത്തിക്കണം. ഇവരെ പച്ചക്ക് ലൈവാ. സാധാരണ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ പല ആപ്ലിക്കേഷനിൽ ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ലൈവിൽ പോയിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ നമ്മളെ മക്കൾ കാണുന്നില്ലേ? വളർന്നു വരുന്ന മക്കളല്ലേ? എന്തായി തീരും? അപ്പോൾ ഇതിനൊക്കെ കടിഞ്ഞാണിടണം. ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇതിന് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താക്കണം? അവർ ചെയ്യുന്നതല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ പറയരുതേ. അവരെന്ത് വേണാലും ചെയ്തു, അതിനൊരു മറയും കാര്യങ്ങളൊക്കെ വേണം. അവർ പ്രൈവറ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആയിരിക്കും മെസ്സേജ് എന്ത് വേണാലും ചെയ്തോട്ടെ, നമുക്ക് അതിനൊന്നും ഒരു എതിർപ്പില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെ മക്കളും ഒക്കെ ഉണ്ട്, അവരൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്തായി തീരും? വളരെ ലൈവ് ആക്റ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്തവരൊക്കെ ഉണ്ട്. കുക്കുംബർ, വഴുതനങ്ങ ഷോ, കുക്കുംബർ ഷോ, ബിക്കിനി ഷോ, എല്ലാ ഷോ ആണ്. ബിക്കിനി ഷോ, ഹോട്ട് സാരി ഷോ, ന്യൂഡ് ഷോ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, എഴുന്നേറ്റൊക്കെ നിൽക്കാമല്ലോ, അതിനെന്താ. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ വരാം. പേഴ്സണലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ടും അവൈലബിൾ ആണ്. പേഴ്സണലായിട്ട് വിളിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക. അല്ലാത്തൊരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് താല്പര്യമുള്ള ഫ്രീ ഉള്ളപ്പോൾ വരിക. നമ്പർ കൂടി പറയാം, 97, അതാണ് എന്ത് ലൈവോ, തുണിയില്ലാത്ത ലൈവ്, അത് തന്നെ, രാജശ്രീ. കേട്ടല്ലോ, പച്ചക്ക് ചോദിക്കുന്ന
ഒരാൾ അവരെ ലൈവിൽ എന്തോ ചോദിച്ചത്, എന്ത് ലൈവ് എന്ന്. അപ്പോൾ തുണിയില്ലാത്ത ലൈവ് എന്ന്. എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുബായിലുള്ള പൊതുപ്രവർത്തകർ നമ്മൾ മക്കളെ ഓർത്ത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പൂട്ടണം. ഇത് കുവൈറ്റിലായിരുന്നെങ്കിൽ ഞാൻ പൂട്ടിയനെ. പക്ഷെ നമ്മളിവിടെ അല്ല, ഇവിടെ ഇല്ലല്ലോ. ഇവർ കൊടുത്ത നമ്പർ ദുബായ് നമ്പറാണ്. അപ്പോൾ ദുബായിലാണെന്ന് തോന്നുന്നുണ്ട്. ദുബായിൽ പലതും നടക്കുന്നുണ്ട്, പലതും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഇത്ര പറഞ്ഞതിനെ എന്നെ തെറി പറയാൻ ഇപ്പോൾ കുറച്ച് മാന്യന്മാരൊക്കെ വരും. നിങ്ങൾക്ക് എന്താക്കണം, അവരുടെ ഫോണ് അവരുടെ ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തണം. പക്ഷേ അങ്ങനെയല്ല. പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിന് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് കീപ്പ് ചെയ്യണം. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ. നല്ലൊരു വീഡിയോ ആയിരുന്നു.